പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 43 താഴെയുള്ള അപ്പോസ്തല പ്രവൃത്തികൾ. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാർ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവായി എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്യുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ഈ വചനം ചേർന്ന് പറയാമോ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നമ്മള് കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. യേശു കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് യേശു ശിഷ്യന്മാരുടെ ചില അധികാരങ്ങൾ എന്ത് ചെയ്തു? കൈമാറി. ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരുടെ മേൽ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടു. ഹല്ലേലൂയ. അത് പത്രോസ് ഇറങ്ങി ഒരു പ്രസംഗം പ്രസംഗിച്ചു. അതിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. അടുത്ത് കാണുന്ന ഭാഗമാണ്, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അപ്പോസ്തലന്മാരെ കയ്യാൽ എന്ത് നടന്നു? അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പോസ്തലന്മാരെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പോൾ എല്ലാവർക്കും എന്തായി? ഭയമായി. ഹല്ലേലൂയ. അവരെല്ലാം ഭയപ്പെടാൻ തുടങ്ങി. ഭയപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ഭയങ്കര പ്രവൃത്തി ആ ദേശങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാം, അതേപോലത്തെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദേശത്ത് നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഭയപ്പെടുമാറ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ എത്ര പേർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കയ്യാൽ അത്ഭുതങ്ങൾ ചെയ്യാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റും. ഹല്ലേലൂയ. ഈ ദേശം ഞെട്ടുമാറ് ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വെളിപ്പെടുകയാണ്. സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗം ഇറങ്ങി എന്ത് ചെയ്യുന്നു? അത്ഭുതങ്ങൾ ചെയ്യണം. ഇവിടെ പറയുകയാണ്, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരെ കയ്യാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളം നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളത് ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം, ഇതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി തന്നെ ഒരു ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ബ്രദറെ, ഇപ്പൊ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പ്രാർത്ഥന ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രാർത്ഥന എല്ലാം ഉണ്ട്. ഒരു ദിവസം പോലും മുടക്കമില്ല. എല്ലാ ആഴ്ചയും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആരൊക്കെയും പറയുന്നത് പ്രാർത്ഥന നിർത്തി, പ്രാർത്ഥന ഇല്ലെന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറഞ്ഞു പ്രാർത്ഥന ഉണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കിക്കേ, നിങ്ങൾക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ഭാഗത്ത് പിശാച് പറയും ഇതിനെ ഞാൻ പൊളിക്കും, തകർക്കുമെന്ന്. പക്ഷെ മറുഭാഗത്ത് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ
വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തോടെ ഇറങ്ങി ഇത് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, സ്വർഗ്ഗത്തോടെ ഇറങ്ങി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. മറ്റുള്ളവർ മനുഷ്യർ പറയും തീർന്നു നിന്നു എന്ന് പറയുമ്പോൾ ദൈവം ഇറങ്ങി എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം ഇറങ്ങിയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ആരാധന നടത്തുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. ഹല്ലേലൂയ. ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ ദൈവം വളർത്തും. പറ, ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ ദൈവം വളർത്തും. ഹല്ലേലൂയ. നടുന്നവരെ നനയ്ക്കുന്നവരെ ഏതുമില്ല. ഹല്ലേലൂയ. വളർത്തുമാറാക്കുന്ന ദൈവത്തിനാണ് പിന്നെ പ്രത്യേകത. ഹല്ലേലൂയ. വളർത്തുന്നത് ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ആരാധന ദൈവം ഇവിടെ നട്ടതുകൊണ്ട് ഇതിനെ ദൈവം വളർത്തും. പറ, ഈ ആരാധന ദൈവം ഇവിടെ നട്ടതുകൊണ്ട് ഇതിനെ ദൈവം വളർത്തും. ഹല്ലേലൂയ. ആരൊക്കെ ഇതിനെ തകർക്കാൻ നോക്കിയാൽ ഇത് തകർന്നു പോകത്തില്ല. കാരണം ഒന്നേ ഉള്ളൂ, ദൈവം നട്ടത് കൊണ്ട് ദൈവം ഇതിനെ വളർത്തും. ഹല്ലേലൂയ. പറ, ഇത് വളരും, ഇത് പടർന്ന് പന്തലിക്കും. ഹല്ലേലൂയ. ഇത് ദേശങ്ങളെ പിടിച്ചു കുലുക്കുന്ന നിലവാരത്തിൽ ഈ ആരാധന വളരും. പറ, ആരാധന വളരും, ആരാധന പടർന്ന് പന്തലിക്കും. ഹല്ലേലൂയ. ഇതിനെ തകർക്കാൻ ഒരു പിശാചിനെ കൊണ്ടോ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. പറ, ഇതിനെ തകർക്കാൻ ഒരു പിശാചിനെ കൊണ്ടോ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. കാരണം നട്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ഇതിനെ നട്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ഇതിന് ദർശനം തന്നത് ദൈവമാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ഇതിനെ തകർക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയും, ഇതിനെ ദൈവം നട്ടത് കൊണ്ടാണ് ഇതിന് പ്രശ്നങ്ങളുള്ളത്. ഹല്ലേലൂയ. ഇത് സാധാരണ പറയുന്ന നാട്ടിൽ ഒരു വാക്കുണ്ട്, ഫലമുള്ള മാവിലെ കല്ലേറ് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. എത്രമാത്രം മാങ്ങ കായ്ക്കുമ്പോ അത്രമാത്രം എന്ത് ചെയ്യും? കല്ലേറ് കിട്ടും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാ, സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളുടെ ചില നാളുകൾ മുമ്പ് ചെറിയൊരു പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. ഹല്ലേലൂയ. അവർ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, ബ്രദറിന് ഇപ്പൊ നിറച്ച് പൈസ കിട്ടാൻ തുടങ്ങി. ബ്രദറിന് ഇപ്പൊ പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങി. എല്ലാ ദിവസവും മീനൊക്കെ കിട്ടുന്നു. ഹല്ലേലൂയ. എല്ലായിടത്തും ബ്രദറിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരുടെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോ ഇവിടെ എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് പറയുന്നൊരു വാക്കായിരുന്നു, നെയ്യാറ്റിൻകരയിൽ കിടക്കുന്ന ബ്രദറ്, വേറൊരു ജാതിക്കാരന്റെ ബ്രദറ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് എല്ലാ വീടുകളിലും ഭയങ്കരമായിട്ട് കയറി ഇറങ്ങുന്നു. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമ്പർ ഒന്നായിട്ട് ഇവിടെ നിൽക്കുന്നു. സ്വന്തം നാട്ടിനെക്കാളും ഇവിടെ കയറി ഇറങ്ങുന്നു. എല്ലാ ദിവസവും ഇവിടെ വരുന്നു. അതുകൊണ്ട് ഇതിനെ പൊളിക്കണം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് ഓട്ടിക്കണം. ഹല്ലേലൂയ. അതെ, ഞങ്ങള് പലരെ ഓട്ടിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാ, ഹല്ലേലൂയ, ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്നെ ഓട്ടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഓട്ടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവമാണ് നട്ടത്. അതിനെ ഓട്ടിക്കാനും പിഴുതെറിയാനും മനുഷ്യനെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ഇവിടുന്ന് ആരാധന നിർത്തി ഓട്ടിക്കാൻ നോക്കുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന് ആഴത്തിലോട്ട് വേരിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ഇതിന്റെ വേര് ആഴത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയ വേര് ആഴത്തിലോട്ട് ഇറങ്ങുന്നത്? ഈ ദേശത്ത് പൊങ്ങി തളർത്ത് പന്തലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, വേറെ ആഴത്തിലോട്ട് ഇറങ്ങുന്നത് വേറെ ആരും കാണത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, വേറെ ആഴത്തിലോട്ട് ഇറങ്ങുന്നത് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. എനിക്കും എന്റെ ദൈവത്തിന് അറിയാം. പക്ഷേ ഞാൻ പറയാം, ഇത് തളർത്ത് പന്തലിക്കുന്നത് ഹല്ലേലൂയ ഈ ദേശം മുഴുവൻ അറിയും. ഹല്ലേലൂയ. രാജ്യങ്ങൾ അറിയുമാറ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ആരൊക്കെ എവിടെയൊക്കെ
ഓട്ടിക്കാൻ നോക്കിയിട്ടുണ്ടോ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ആരൊക്കെ എവിടെയൊക്കെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടോ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ. പേടിച്ച് ഓടിയവർ ഓടി, പക്ഷെ ഉറച്ച് മരണത്തിൽ പെട്ടാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഉറച്ച് നിന്നവന് വേണ്ടി സ്വർഗ്ഗമടങ്ങി അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാണ് അന്ന് നാൾ മുതൽ ഓട്ടിക്കാൻ നോക്കുന്നത്, പക്ഷേ ഇതുവരെയ്ക്ക് ഓടേണ്ടി വന്നില്ല. ദൈവം ഓരോ ദിവസവും ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇത് ദൈവം നട്ടത് കൊണ്ട് നിന്നെ തകർക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളെ നട്ടത് കൊണ്ടാണ് നിങ്ങളിവിടെ കയറി വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ ഇതിന്റെ നട്ടത് കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് കയറി വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോ നിങ്ങൾ പടന്ന് വന്നിരിക്കും. ഞാൻ പടന്ന് വന്നിരിക്കും. എന്നെ ഒതുക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. എന്നെ ഒതുക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഒരു അപ്പോസ്തലിക സഭയായിട്ട് ഇത് മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സഭയായിട്ട് ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഇവര് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് പറയുന്നു, വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമിയുടെ വസ്തുക്കളെ വെച്ച് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമരപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും ഉല്ലാസ ഹൃദയപരമത്തെ പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവര് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അതിൽ അടുത്ത് പറയുന്ന ഒരു സംഭവമാണ്, എന്ത് ചെയ്തു? സാമ്പത്തികമായ നന്മ. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു? വെളിപ്പെടാൻ പറ, സാമ്പത്തികമായ നന്മ. പറ, സാമ്പത്തികമായ നന്മ. ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു. അതിന്റെ അകത്ത് കടമുള്ളവർ ഇല്ലായിരുന്നു, രോഗികൾ ഇല്ലായിരുന്നു, പ്രശ്നമുള്ളവർ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പാവപ്പെട്ടവർ പണക്കാരനില്ലായിരുന്നു. അതിന്റെ അകത്ത് എല്ലാവരും തുല്യരായിരുന്നു. എല്ലാവരും തുല്യരായിരുന്നു. ഹല്ലേലൂയ. നിറച്ച് വസ്തുതകളുള്ളവരെല്ലാം വിറ്റെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ടുപോയി അവർ തുല്യമായിട്ട് എന്ത് ചെയ്തു? വിധിച്ചെടുത്തു. ഉള്ളവരെല്ലാം വിറ്റ് ഇല്ലാത്തവർക്ക് കൊണ്ടുകൊടുത്തു. അതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവരിത് ഉള്ളതെല്ലാം വിറ്റെന്ത് ചെയ്തു? അവർ കൊണ്ടുവച്ചു ഒരുമിച്ച് തുല്യമായിട്ട് ഷെയർ ചെയ്തെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? അവര് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഇതിന്റെ അകത്തൊരു വലിയ സാമ്പത്തിക നന്മ വെളിപ്പെട്ടിരിക്കും. ഇന്നത്തെ കഷ്ടതയും ഞെരുക്കങ്ങളും മാറും. വിളിച്ചു പറ, ഇന്നത്തെ കഷ്ടതയും ഇന്നത്തെ ഞെരുക്കങ്ങളും മാറും. ഹല്ലേലൂയ. ഇന്നത്തെ ദാരിദ്ര്യങ്ങൾ മാറും. ഇന്ന് നമ്മുടെ ആരാധന ആരൊക്കെ ഒതുക്കിയാൽ നോക്കിയാല് ഞാൻ പറയുന്നത് ലക്ഷങ്ങൾ കൂടുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് ദൈവത്തിനെ മാറ്റും. ഹല്ലേലൂയ. ലക്ഷങ്ങൾ കൂടുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് ഇതിനെ മാറ്റി. ഈ ആരാധന വെറും ഒരു ആരാധനയല്ല, ഇത് തീ കൊണ്ടുള്ള ആരാധന. പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇതിനെ നയിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. ഇത് വെറും ആരാധനയല്ല, ഇത് തീ കൊണ്ടുള്ള ആരാധന. ഞാനിവിടെ ഓരോ ദിവസവും മന്ത്രവാദം ചെയ്യാം. ഓരോ ദിവസവും മന്ത്രം ചെയ്ത് എങ്ങനെയെങ്കിലും തകർക്കണം. അടുത്ത ബ്രദർ ആക്സിഡന്റ് ആവണം, കുടുംബന്മാരുടെ ആക്സിഡന്റ്, കാറിൽ പോകുമ്പോൾ ആക്സിഡന്റ് നടക്കണം, ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് നടക്കണം. ഹല്ലേലൂയ. അതിനൊക്കെ വേണ്ടി ഈ ഹാള് കൂട്ടിയിട്ട് പോണം. ഹല്ലേലൂയ. ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് പല 200 ഒഴിപ്പൊക്കെ നടക്കുകയാണ്. ഹല്ലേലൂയ. ഹാളിന്റെ ഫ്രണ്ടിൽ വന്ന് ആള് വരാതിരിക്കാൻ കൂട്ടിപ്പോവാൻ പല പൊടി നൂറ്റക്കും 200 ഒഴിപ്പ് അതൊക്കെ നടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, എന്തൊക്കെ തന്നെ ചെയ്താലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം നട്ടത് കൊണ്ട് ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. ഒരു പിശാചിനോ, ഒരു മന്ത്രവാദിക്കോ, ഒരു ആധികാരികനോ, ഒരു വെളിച്ചപ്പാടനോ, ഒരു ജിന്നിനോ, ഒരു വെളിച്ചപ്പാടനോ, ഒരു ആധികാരകനോ, ഒരു മന്ത്രവാദിക്കോ ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നാല് പാടിയുന്നു. ഹല്ലേലൂയ. ഇതിനെ തകർക്കാൻ ചില നാളുകളായി. ഹല്ലേലൂയ. ഭയങ്കര തീവ്രമായ
വിരോധമായ ശ്രമങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയാം, അവർ ഓരോ ദിവസവും ഓട്ടിക്കാൻ നോക്കുന്നവർ ദൈവം ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. ദൈവം ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. ദൈവം ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, തകർക്കാൻ നോക്കുന്നവർ തകർന്നു പോകും. നമ്മളതിനെ ചെയ്യാതെ നിർത്തും. തകർക്കാൻ നോക്കുന്നവരെ ദൈവം തകർക്കാം. പക്ഷെ ദൈവം നമ്മളെ ചെയ്യാളിയാ നിർത്താം. നിങ്ങളുടെ ദൂത് വിളിച്ച് പറയുകയാണ്, നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരെ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നവരെ, നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരെ, നിങ്ങളുടെ മക്കളെ തകർക്കാൻ നോക്കുന്നവരെ ദൈവം തകർക്കും. പക്ഷേ നിന്റെ കുടുംബത്തെ ദൈവം സംരക്ഷിച്ച് നിന്നെ അവർ ഉയർത്തിയിരിക്കും. ഇത് മക്കൾക്ക് കരങ്ങളെ വിവാദന ദൈവത്തിന് ഭയങ്കര മകത്വം ഞാൻ വിളിച്ചു പറ, ഞാൻ താഴ്ന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് മകൾക്ക് ദൈവത്തിന് ഭയങ്കര മകത്വം. ഞാൻ രാവിലെ വന്ന് കയറിയപ്പോ ദൈവം പറഞ്ഞാണ്, നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ ജയാളിയാകരുത്. ഹല്ലേലൂയ. വല്ലവരന്നെ യേശു വാഴ വയ്ക്ക ദൈവം വെറ്റിമേലെ വെറ്റി തന്നാ. വല്ലവരന്നെ യേശു വാഴ വയ്ക്ക ദൈവം വെറ്റിമേലെ വെറ്റി തന്നാ. ഒരു മനമ കൂടി ഹോസന്ന പാടി ഊരെല്ലാം കൊടിയേറ്റു. ഒരു മനമ കൂടി ഹോസന്ന പാടി ഊരെല്ലാം കൊടിയേറ്റു. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം നമ്മളെ വല്ലവനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ വാഴാൻ വയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? വാഴാൻ വേണ്ടി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് വാഴാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ദേശത്ത് എന്നെ വാഴിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ ദേശത്ത് എന്നെ നിങ്ങളെ അവൻ വാഴിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. യോസേഫിനടുത്ത് കൊട്ടക്കിടത്തിയിട്ടാലും ദൈവം അവൻ മന്ത്രി കസേര കൊണ്ടിരുത്തും. ദാനിയേലിനെ സിംഹക്കൂട്ടിയിട്ടു ദൈവം മന്ത്രി കസേര കൊണ്ടിരുത്തി. ഹല്ലേലൂയ. ദാവീദിനെ കാട്ടിക്കൊണ്ടിട്ടു ദൈവം പൊക്കിയെടുത്ത് രാജസിംഹാസനത്തിൽ കൊണ്ടിരുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളെ തകർക്കാൻ കൊട്ടക്കിടത്തി ഇട്ടാലും സിംഹക്കുട്ടി ഇട്ടാലും കാട്ടിക്കൊണ്ട് എറിഞ്ഞാലും എന്റെ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ആരൊക്കെ എവിടെ കൊണ്ട് തകർക്കാൻ നോക്കിയാലും എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. അവർ കൊണ്ടിരുന്ന ഇടത്തുനിന്ന് പൊക്കിയെടുത്ത് നിന്റെ രാജസിംഹാസനത്തിൽ കൊണ്ടിരുന്ന യേശു ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പറയുമ്പോൾ തന്നെ കെട്ടെല്ലാം കൊണ്ട് അങ്ങനെയുള്ള അനുഭവമുള്ള ഞാൻ നിങ്ങളോട് പറയാം. ചിലർ ചേർന്ന് നിങ്ങളെ കാട്ടിക്കൊണ്ടിടാൻ നോക്കിയാണ്. ചിലർ പൊട്ടക്കിടത്തി എടുത്തെറിയാണ്. ഇവൻ വേണ്ട, ശരിയാവത്തില്ല. ചിലർ സിംഹക്കുട്ടി വലിച്ചെറിയാണ്. ഹല്ലേലൂയ. വേണ്ട, ഇവൻ എങ്ങനെയെങ്കിലും കൊല്ലണം, എങ്ങനെയെങ്കിലും കൊന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെ കൊല്ലാൻ വേണ്ടി, ഹല്ലേലൂയ, മറ്റുള്ളവർ നിന്നെ കൊല്ലാൻ വേണ്ടി സിംഹക്കുട്ടി വലിച്ചെറിയുമ്പോൾ, പൊട്ടക്കടൽ എടുത്തെറിയുമ്പോൾ, നാട്ടിക്കൊണ്ട് വലിച്ചെറിയുമ്പോൾ, തീച്ചുളക്കത്ത് വലിച്ചെറിയുമ്പോൾ എന്റെ ദൈവം അവർ കാണെ അതിനെ പൊക്കിയെടുത്ത് നിന്നെ രാജസിംഹാസനത്തിൽ ഇരുത്തി എന്റെ ദൈവത്തെ വാഴിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. 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 ഇന്ന് മക്കളെ ഞാൻ പറയാം, നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല. ഒരുപക്ഷെ നിന്റെ അപ്പനും നിന്നെ തള്ളിക്കളയും, നിന്റെ ഭർത്താവിനെ തള്ളിക്കളയും, മക്കളിനെ തള്ളിക്കളയും. പക്ഷെ എന്റെ ദൈവത്തിനെ തള്ളിക്കളയത്തില്ല. അവൻ നീ കിടക്കുന്നിടത്ത് നോക്കിയെടുത്ത് നിന്റെ രാജസിംഹാസനത്തിൽ കൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രന്റെ പൊടിയിൽ നിന്ന് പോക്കിയെടുക്കുന്നവൻ. ഹല്ലേലൂയ. നിന്നെ എന്ന് കുപ്പയിലിട്ടത് ഇട്ടിക്കത്തില്ല, നിന്നെ എന്ന് പൊടിയിലിട്ടത് ഇട്ടിക്കത്തില്ല. പക്ഷേ ഞാൻ പറയാം, കുപ്പയിൽ കിടക്കുന്ന നിന്നെ കുപ്പയിൽ നിന്ന് പോക്കിയെടുക്കാം, പൊടിയിൽ കിടക്കുന്ന നിന്നെ പൊടിയിൽ നിന്ന് പോക്കിയെടുത്ത് പ്രഭുക്കന്മാരുടെ കൂടെ രാജസിംഹാസനത്തിൽ എന്റെ ദൈവത്തിനെ ഇരുത്താം. എന്റെ ദൈവത്തിനെ ഇരുത്ത്. ഇന്ന് പകൽക്കാല നീ തിരിച്ചറിഞ്ഞോ എന്ന് നിന്റെ കുപ്പയിൽ കിടക്കാൻ എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ ഇത് പൊടി കിടക്കാൻ എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ദൈവം ഉയർത്താൻ പോവുകയാണ്. ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പദ്ധതി നിന്റെ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ തകർക്കാൻ നോക്കുന്നതിന് മുമ്പ് എന്റെ ദൈവത്തിനെ ഉയർത്തി മാറിക്കാൻ പോകുന്നു. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഇത് പകർത്താൻ മനസ്സിലാക്കിയോ?
ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതാ പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എല്ലാവരും ഭയമായി. ഇതാ സാമ്പത്തികം ഒന്നുമില്ലാതെ വെറും കൈയോടെ ഇറങ്ങി തിരിച്ചവരാണ് ശിഷ്യന്മാർ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്. പക്ഷേ മറ്റുള്ളവരെന്താ സമ്പത്തുള്ളവരെല്ലാം വിറ്റ് ഈ അപ്പോസ്തലരുടെ കാലുകൾ കൊണ്ടുവച്ചു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങിയപ്പോ സാമ്പത്തികമായ നന്മകളെല്ലാം വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരിതാ ഒരുമിച്ച് എല്ലാവർക്കും ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടതാണ്. നമ്മൾ കുറച്ചുപേരുള്ളെങ്കിൽ ഞാൻ പറയാം, ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഞാൻ പറയാം, സാമ്പത്തിക മേഖലയിൽ വലിയ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാലിക്കൽ വസ്തുവകൾ ജന്മഭൂമിയിൽ വിറ്റുകൊണ്ട് വച്ചതുപോലെ എന്നിട്ട് അവരെ തുല്യമായി ഭാഗിച്ചെടുത്തതുപോലെ ഇതിന്റെ അകത്തൊരു ദൈവപ്രതിഭ വെളിപ്പെടുകയാണ്. കടഭാരമില്ലാത്തൊരു സഭയാക്കി ദൈവം മാറ്റാൻ. ഇവിടുത്തെ പ്രശ്നം എല്ലാവരും കടം, സാമ്പത്തികമായ പ്രശ്നമാണ് എല്ലാവർക്കും പ്രശ്നം. പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ദൈവം നിങ്ങളോട് പറയാം, ലോക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവരാ. വിളിച്ചു പറയാം, മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുന്നവരാക്കി എന്റെ ദൈവം മാറ്റും. ലോക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ലോക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇത് മക്കൾക്ക് ഞാൻ പറയാം, സ്വർഗ്ഗയോട് ഇറങ്ങി നിൽപ്പുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഓരോ ദിവസവും ഞാൻ പറയാം, ഈ ഹാളിലെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൃപ അത്രയും ദൈവത്തിന്റെ മക്കൾക്കാണ്. ഹല്ലേലൂയ. അതിന്റെ അനുഗ്രഹ ദൈവ മക്കൾക്കാണ്. ഹല്ലേലൂയ. ഇത്രയും മാസം 8,000 വാടക കൊടുത്ത് ഹല്ലേലൂയ ദൈവം ഈ ഹാള് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഇതിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇതിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, ഹല്ലേലൂയ, ഒരു ഉല്ലാസവും ഹൃദയപരമാത്രയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും. അവര് ഭയങ്കര സന്തോഷത്തിലാണ്. ഹല്ലേലൂയ. അവര് ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആഹാരം കഴിക്കുന്നു. അതൊക്കെ വെളിപ്പെടാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഞാൻ നേരത്തെ പറയും, എല്ലാവരും ചിക്കൻ ബിരിയാണി കൊടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞ് ചിക്കൻ ബിരിയാണി കഴിഞ്ഞ് സന്തോഷത്തോടെ എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ഇതൊക്കെ ഇതിൽ വെളിപ്പെടാൻ പോവുകയാണ്. പറ, ഇതൊക്കെ ഇതിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അവര് ഇതാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ ആദിമ നൂറ്റാണ്ടിലെ സഭ. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ടത് അവർക്ക് ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു. ഹല്ലേലൂയ. അവരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ അറിയാം. സമ്പത്താണോ? സമ്പത്ത് എല്ലാവർക്കും കൊടുത്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഭക്ഷണമാണോ? ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവരെല്ലാ ദിവസവും ഒരുമിച്ച് കൂടിയിരുന്നു. മണിക്കൂറുകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞ് വീടുകളിൽ പോകും. അടുത്ത ദിവസം രാവിലെ വീണ്ടും വരും. വീണ്ടും വന്ന് ഒരുമിച്ച് കൂടിയിരിക്കും. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കും, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് വീണ്ടും പ്രാർത്ഥിക്കും. വീണ്ടും വൈകുന്നേരം ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ പോകും. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ ദൈവസഭ. അതിന്റെ അകത്ത് വെളിപ്പെടാൻ പോകും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിനും മുട്ടില്ലാത്ത ഒരു ദൈവസഭ. ഹല്ലേലൂയ. കടഭാരമില്ല, കഷ്ടതയില്ല, രോഗമില്ല, പ്രശ്നമില്ലാത്ത ഒരു ദൈവസഭ ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കിക്കേ. നിങ്ങളുടെ കഷ്ടതകൾ മാറിപ്പോവും. നിങ്ങളുടെ കണ്ണുനീരിൽ മാറിപ്പോവും. പ്രശ്നങ്ങൾ മാറും. ജനങ്ങളെല്ലാം പിന്നാലെ ഒരുമിച്ച് ഓടിക്കൂടാൻ പോകുക. ഹല്ലേലൂയ. അടുത്ത ആഴ്ച വായിക്കുമ്പോൾ കാണാൻ കഴിയും. അടുത്ത പറഞ്ഞൊരു വാക്കാണ് ഹല്ലേലൂയ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വാക്ക് ചേർന്ന് പറയണം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്
ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, സഭ എവിടെയാണ് ആരംഭിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. എവിടെ? മർക്കോസിന്റെ മാളിക മുറിക്കാതെ സഭ ആരംഭിച്ചത്. മർക്കോസിന്റെ മാളിക മുറിക്കാത്താണ് സഭ ആരംഭിച്ചത്. ഹല്ലേലൂയ. സഭ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് സഭ. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് സഭ. അതിന്റെ തലവൻ ആരാണ്? യേശു കർത്താവ്. യേശു കർത്താവാണ് അതിന്റെ സഭ. യേശു കർത്താവാണ് ആ സഭയുടെ തലവൻ. തല എന്ന് പറയുന്നത് യേശു കർത്താവ്. അവിടെ എനിക്ക് വാക്കുണ്ടോ? രക്ഷിക്കപ്പെടുന്നവർ. ഈ സഭയ്ക്കകത്ത് അംഗമാകണമെങ്കിൽ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ഈ സഭയ്ക്കകത്ത് അംഗമാകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. ഇത് മക്കൾക്കാരെ ഞാൻ നിങ്ങളോട് പറയാം, ഇതിന്റെ അകത്ത് ഒരാൾ കള്ളു കുടിച്ചോണ്ട് വന്നാല് ചിരിച്ചോണ്ട് അവൻ നാളെ എന്ത് ചെയ്യും? കള്ളു കുടിച്ചോണ്ട് വരും. ഹല്ലേലൂയ. ഒരാളെ വന്ന് പ്രശ്നക്കാരായി നടന്നാൽ, അവൻ കിട്ടാതെ കൊണ്ടുവന്നാൽ അവർ നാളെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. പക്ഷെ അതിന് ആത്മാവിൽ വിവേചിച്ച് കണ്ടുപിടിച്ച് പറയുന്നവരാണ് ദൈവത്തിന്റെ ദാസൻ. ഹല്ലേലൂയ. ഇത് മക്കൾക്കാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ സഭയുടെ പ്രത്യേകത അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇതിന്റെ അകത്ത് കള്ളുകൂടിയന്മാരില്ല, കഞ്ചാവ് വയ്ക്കുന്നവരില്ല. കേറി വരുന്നവരെല്ലാം ആരാണ്? രക്ഷിക്കപ്പെടുന്നവർ. ആരാണ് സഭയ്ക്കകത്ത് ആൾക്കാരെ ചേർക്കുന്നത്? യേശു കർത്താവ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, നേരത്തെ ധാരാളം പേരുണ്ട്, പക്ഷെ കുഴപ്പക്കാരെല്ലാം ആര് പുറത്താക്കി? ദൈവം എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. പക്ഷേ രക്ഷിക്കപ്പെട്ട് ദൈവത്തിനോട് നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് എനിക്കറിയാം, അവർ ദൈവത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരാഴ്ചയും മുടങ്ങാതെ എല്ലാ ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വന്നിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ടുവന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, അതിന്റെ അനുഗ്രഹം നിങ്ങളെ വീട്ടിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അവർക്കെല്ലാം മാറും. നമ്മൾ സ്വന്തമായിട്ട് വസ്തുവാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. ആഴ്ച നേരത്തെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം പറഞ്ഞാണ്. ഹല്ലേലൂയ. ഒന്ന് കൈവെക്കലോട്ട് കർത്താവ് സ്വന്തമായിട്ട് കർത്താവ് ഈ കർത്താവ് 50 വസ്തു എന്താണ്? 1 ഏക്കർ വസ്തുവിന് വേണമെങ്കിൽ ഹല്ലേലൂയ. കർത്താവ് സ്വന്തമായിട്ട് 1 ഏക്കർ വസ്തു നീ തന്നതിനാണ് നന്ദി. കർത്താവിടെ 1,00,000 പേര് ഇരിക്കുന്ന ഒരു ചർച്ച നീ തന്നതിനാണ് നന്ദി. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് 1 ഏക്കർ വസ്തു നീ തന്നതിനായി നന്ദി. 1,00,000 പേർ കൂടുന്ന ഒരു ചർച്ച നീ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്തു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞത് ഈ ഇവിടെ വരുന്ന ആൾക്കാരിൽ ഒരു പോലും വാങ്ങാം. ഹല്ലേലൂയ. ദൈവ വസ്തു ചർച്ച തരും. ഹല്ലേലൂയ. അതാണ് എന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹം അതേ. ഹല്ലേലൂയ. ആൾക്കാർക്ക് കൈ നീട്ടാതെ ദൈവം എന്ത് ചെയ്യണം? വസ്തു തരും, ചർച്ച പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങാതെ. ഹല്ലേലൂയ. ഇവിടെ വരുന്നവരെ ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കണം. ഓരോ ഞായറാഴ്ച സാധാരണ ചർച്ചയിലൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? വാങ്ങും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് കൊടുത്തു കൊടുക്കണം. ഹല്ലേലൂയ. പോകുമ്പോൾ ഒരു ബിരിയാണിയും ഒരു 500 രൂപയിൽ അങ്ങോട്ട് കൊടുത്തു കൊടുക്കണം. ഹല്ലേലൂയ. എന്ത് പകലിക്കാൽ അത് വെളിപ്പെടും. അത് വെളിപ്പെടും. ഹല്ലേലൂയ. കാരണം ത്യാഗം സഹിച്ച് സമയമൊക്കെ മാറ്റി വെച്ചല്ലേ. ഹല്ലേലൂയ. അവർ ഓടി വേണമെങ്കിൽ ഇരിക്കായിരുന്നു, അവരുടെ പോയി ഇരിക്കായിരുന്നു, സിനിമയെ കണ്ടോണ്ടിരിക്കായിരുന്നു, ടി വി നോക്കി. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് ഹല്ലേലൂയ ഇവിടെ കേറി വരുന്നവർക്ക് അതിന്റെ അനുഗ്രഹ ദൈവത്താല്. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ആ അനുഗ്രഹം എന്ത് ചെയ്യും? ദൈവത്തിൽ ഇന്ന് പകൽക്കാൽ നിങ്ങൾ വാഗോണ്ട് പറയണം. ഹല്ലേലൂയ. ഞാനിത് പറയുന്ന കാര്യമാണ്, ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ സ്വന്തമായിട്ട് വസ്തു ദൈവത്താൽ സ്വന്തമായിട്ട് വസ്തു ദൈവം തരും. ഹല്ലേലൂയ. സ്വന്തമായിട്ട് ചർച്ച് ദൈവം തരും. ഹല്ലേലൂയ. ധാരാളം വാഹനങ്ങൾ ദൈവം തരും. ഹല്ലേലൂയ. വാഹനങ്ങൾ ദൈവം തരും. ഹല്ലേലൂയ. ആൾക്കാരെ താമസിപ്പിക്കാനുള്ള ബിൽഡിങ്ങുകൾ ദൈവം തരും. ഹല്ലേലൂയ.
ഇങ്ങനെ ധ്യാനങ്ങൾ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ധ്യാനങ്ങൾ നടത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാഴ്ച ധ്യാനം, ഒരു മാസം ധ്യാനം. ഹല്ലേലൂയ. ഇങ്ങനെ മാറി മാറി എല്ലാ മാസം തോറും എന്ത് ചെയ്യണം? ധ്യാനങ്ങൾ നടത്തണം. ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരെ താമസിപ്പിച്ച് ഹല്ലേലൂയ ധ്യാനങ്ങൾ നടത്തണം. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ല, ഹല്ലേലൂയ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വരണം, ലോകരാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരണം. ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ വേലക്കാരെ തിരിച്ചു പോകണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആദ്യത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാരണം ഇത് നട്ടത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, സഭ ഉണ്ടാക്കിയത് ആരാണ്? യേശു. ഹല്ലേലൂയ. ഈ സഭയുടെ പ്രത്യേകത രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. പറയാം, രക്ഷിക്കപ്പെട്ടവർ മാത്രമേ കാണുന്നുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ഒറിജിനൽ സഭ. സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട. ഇവിടെ ആ വചനം വായിക്കാൻ, കർത്താവ്, ഞാൻ പറഞ്ഞു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കും. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്, കള്ളുകുടിയന്മാരുടെ കൂട്ടമല്ല, രാഷ്ട്രീയക്കാരുടെ. പള്ളികളിൽ നോക്കിയാൽ അതല്ലേ? ഒരു മാസം പള്ളിയിൽ കള്ളു കുടിച്ചോണ്ട് നടക്കുന്നവരുടെ കൂട്ടം, കമ്മറ്റിക്കാർ വരെ കള്ളുകുടിയന്മാർ. ഹല്ലേലൂയ. ഞങ്ങൾ CHI പള്ളിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആടിപ്പിടി ഡെയിലി അതാണ്. ഹല്ലേലൂയ. പുറത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ പള്ളിയിൽ 2 ഗ്രൂപ്പ് എന്താണ്? ഡെയിലി ആടിപ്പിടി, ഡെയിലി ആടിപ്പിടി. എന്തിനുവേണ്ടി ആടിപ്പിടിക്കണമെന്നോ? ഇവിടുത്തെ കസേര കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആരും ഇതെല്ലാം ഇട്ടിട്ട് പോകണ്ട, നമ്മൾ സ്വർഗത്തിലാണ് പോകേണ്ടത്. അങ്ങനത്തെ പ്രശ്നം. പെന്തക്കോസ്ത് പള്ളിയിൽ പോയാൽ ആദ്യം അവിടെ ഇലക്ഷൻ ആദ്യമൊക്കെ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, അതിനെല്ലാം മാറ്റി നിർത്തി, ഹല്ലേലൂയ, ഒരു കസേരയ്ക്ക് മടി കൂടാതെ, ഒരു കള്ളുകുടിയന്മാരും ഇല്ലാതെ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടമായി ഈ സഭയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സഭയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, സ്വർഗ്ഗത്തിൽ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് നമ്മളെ വർദ്ധിപ്പിക്കാൻ ഭാഗ്യം. പറ, ഞാൻ ഇവന്റെ മക്കള് മേൽക്കുമേൽ മേൽക്കുമേൽ വാർദ്ധിക്കും. ഹല്ലേലൂയ. ഞാൻ ഇവന്റെ മക്കള് മേൽക്കുമേൽ വാർദ്ധിക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം. ഒന്നുകൂടെ പറ, ഞാൻ ഇവന്റെ മക്കള് മേൽക്കുമേൽ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഈ സഭ ദൈവം വർദ്ധിപ്പിക്കും. ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം വർദ്ധിപ്പിക്കും. ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ നമ്മളിപ്പോ പല പള്ളികളിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആൾക്കാരുണ്ട്, പക്ഷെ അതില് പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ 90% കള്ളുകുടിയന്മാർ. ഹല്ലേലൂയ. സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ 90% കുണ്ടടി പറച്ചിലും അടിപിടി. ഹല്ലേലൂയ. അല്ലേ? പ്രശ്നം നടക്കുന്നത്. ഹല്ലേലൂയ. അതിനെ സഭയെന്ന് പറയാൻ പറ്റുമോ? അതിനെ സഭയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കർത്താവ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നു, രക്ഷിക്കപ്പെടുന്നവരെ, രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അറിയാല്ല, എല്ലാം മാറ്റിവെച്ച് ഇനി യേശുവിനെ ഞാൻ ജീവിക്കാം. എനിക്കിനി ഒരു വഴക്കും വേണ്ട, ഒരു അടിയും വേണ്ട, ഒരു കസേരയും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട, യേശു മാത്രം മതി എന്ന് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോകുന്നവരെയാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരുടെ കൂട്ടമാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇതാ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ ചർച്ചിനെ ഒരു കള്ളുകുടിയനാണ് നയിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, കള്ളുകുടിക്കാരാണ് കമ്മറ്റിക്കാരായി ഇരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, അതൊരു സഭയെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ സഭയിൽ ഗ്രൂപ്പിസമാണ് നടക്കുന്നതെങ്കിൽ അതിനൊരു സഭയെന്ന് പറയാൻ പറ്റത്തില്ല. സഭയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അതിന്റെ അകത്ത് കസേരക്കളിയില്ല. അവരെന്തിന് ഒരുമിച്ച് കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഉള്ളവരെ വെറ്റിമറക്കി ഒരുമിച്ച് കൂടി തുല്യമായിട്ട് പങ്കിട്ടെടുത്തു. അവിടെ കസേരക്ക് അടിയുണ്ടോ? ഇല്ല. അവര് പറഞ്ഞു, നമ്മളെല്ലാം തുല്യരാണ്, നീ എന്റെ സഹോദരനാണ്, അപ്പൊ എനിക്കുള്ളത് നിനക്ക്, നിനക്കുള്ളത് എനിക്ക്. ഹല്ലേലൂയ. അവിടെ ഒരു വലിപ്പം ചെറുപ്പം ഇല്ല. നീ വലിയ ആളാണ്, ഞാൻ ചെറിയ ആളാണ് എന്നൊരു പ്രശ്നം അവിടെ ഇല്ല. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, ഹല്ലേലൂയ, അവർ ഒരുമിച്ച്
ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. അടുത്ത ഭക്ഷണം കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. എന്നിട്ട് അവരെല്ലാവരും ആനന്ദിച്ച് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അതാണ് ഈ സഭയ്ക്കകത്ത് വേണ്ടത്. ഞാൻ പറയുന്നതല്ല, ബൈബിള് വളരെ വ്യക്തമായി എഴുതി. അതാണ് പുതിയ ദിവസം. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 2:43. ഹല്ലേലൂയ. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരു മനസ്സോടെ ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം ഒരുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത് പറഞ്ഞ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, 1000 കള്ളുകുടിയന്മാരുണ്ടായിരുന്നത് നല്ല കാര്യമുണ്ടോ? രക്ഷിക്കപ്പെട്ട 5 പേരുണ്ടായിരുന്നാൽ അത് മതി. 5 എവിടെ എത്തും? സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. ഇപ്പോ ഗ്രൂപ്പീസക്കാരായി നടക്കുന്ന 1000 പേരുണ്ടായിരുന്ന കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തമ്മിൽ അടികൂടുന്ന 1000 പേരുണ്ടായിരുന്ന കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന 5 പേരുണ്ടെങ്കിൽ അത് മതി. ഹല്ലേലൂയ. ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന 5 പേരുണ്ടെങ്കിൽ അത് മതി. ഹല്ലേലൂയ. നമ്മളത് രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. കേട്ടാ, സഭയിൽ ആളെ കൊണ്ടുവരുന്ന ആരാണ്? യേശു കർത്താവ്. പറഞ്ഞുകൊണ്ട് കർത്താവ്, ഈ വചനം മറക്കരുത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്നുകൂടെ പറയാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവം കണ്ട യേശു തന്നെ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗയോട് ഇറങ്ങി നിൽപ്പണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആദ്യ 300 സഭ പോലെ. ഹല്ലേലൂയ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. അവര് ഹൃദയപരമാർത്ഥതയോടും ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ ഭക്ഷണം കഴിച്ച് ദൈവത്തെ സ്തുതിച്ച് മടങ്ങിപ്പോ. അവരെല്ലാം ഒരു മനപ്പെട്ടം ചെയ്തു, ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ഇതേപോലെ ഒരു മനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഇതിന്റെ നന്മ നിങ്ങളുടെ കരത്തിൽ ദൈവം തരും. 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 ഫാദറെ, ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. വിഭോദന സ്വർഗ്ഗോടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇതിന്റെ നന്മ എന്റെ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അതിനാണ് കരം കൊടുത്ത് പറയും, ഇതിന്റെ നന്മ നിങ്ങൾക്ക് ദൈവം തരും. ഇതിന്റെ നന്മ ദൈവം നിങ്ങൾക്ക് തരും. ഇതിന്റെ നന്മ ദൈവം നിങ്ങൾക്ക് തരും. ഇതിന്റെ നന്മ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തുറന്ന് പറയാം. ഹല്ലേലൂയ. അസൂയയില്ലാത്തൊരു മനസ്സ്. അതിനാണ് പറ, അസൂയയില്ലാത്തൊരു മനസ്സ്. ഹല്ലേലൂയ. അടുത്തൊരു ഒരു നല്ല സാരി കൊടുത്തോണ്ട്, അയ്യോ അവള് നല്ല സാരി കൊടുത്തോണ്ട്. ഹല്ലേലൂയ. അടുത്തൊരാളൊരു സ്കൂട്ടി എടുത്തു, അയ്യോ അവൻ സ്കൂട്ടി എടുത്തു. അടുത്തൊരു കാർ എടുത്തു, അയ്യോ അവൻ കാർ എടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് കുറ്റം പറയുന്നൊരു മനസ്സ് നമുക്ക് വേണ്ട. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറ്റം പറയുന്നൊരു മനസ്സ് നമുക്ക് വേണ്ട. ഹല്ലേലൂയ. മറ്റൊരു കുറ്റം പറഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകട്ടെ. മനസ്സിലാവും നിങ്ങൾക്ക്? അതാണ് ആദിമന്റെ സഭയുടെ പ്രത്യേകത.
അവർ പരസ്പരം കുറ്റം പറഞ്ഞില്ല, അവരെ കുറവുകളെ പരിഹരിച്ചു. ഹല്ലേലൂയ. കുറ്റം പറയുന്നതല്ല സഭ, കുറവുകളെ പരിഹരിക്കുന്നതാണ് സഭ. ഹല്ലേലൂയ. ഇപ്പൊ ഒരാൾ ഒരു വീഴ്ച സംഭവിച്ചു, അയ്യോ അവൻ അവിടെ അവൻ വീണു, അതാണ് ഇതാണ് കുറ്റം പറഞ്ഞ് നടക്കാതെ അവനെ വീണെടുത്ത് പൊക്കിയെടുത്ത് അവൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെ കവർന്ന ഭൂമിയിൽ നിന്ന് ശമര്യയിലോട്ട് പോകുമ്പോ, ഹല്ലേലൂയ, വഴിയിൽ ഒരു ശമര്യക്കാരനെ എന്ത് ചെയ്തു? ഇവിടെ വീട് കിടക്കുകയാണ്. ഒരാള് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് അവന് കള്ളന്മാർ കൊണ്ടത് കയ്യിലിടാവുന്ന വസ്തുവകയെല്ലാം സമ്പത്തെല്ലാം പിടിച്ചു വാങ്ങി അവൻ അടിയിൽ കൊടുത്ത് അവനെ അർത്ഥപ്രാണനായി എന്ത് ചെയ്തു? ഇട്ടിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇട്ടിട്ട് പോകുമ്പോൾ ആദ്യം ഒരു പള്ളിയിൽ അച്ഛൻ ആ വഴിക്ക് പോയി. സംഭവം അവൻ എണീറ്റ് നിൽക്കാൻ പോയി. അച്ഛൻ പോയി അടുത്തൂടെ പോയി നോക്കിയിട്ട് അച്ഛൻ എന്ത് ചെയ്ത്? മിണ്ടാതെ പോയി. അച്ഛന് വേണമെങ്കിൽ ഒന്ന് കൈകൾ സഹായിച്ച് അവൻ ആശീർവാദാക്കരുത്. അച്ഛൻ എന്ത് ചെയ്തില്ല? മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. അടുത്ത് പിന്നാലെ ആര് വരുന്നു? പള്ളിയിലെ കപ്പ്യാര് വരികയാണ്. പള്ളിയിലെ കപ്പ്യാര് വന്നു. കപ്പ്യാര് വന്ന് നോക്കിയാണ് ഈ മനുഷ്യനെ വിളിക്കുകയാണ്. അയ്യോ എണീക്കാൻ പോലും വയ്യ. ഇങ്ങനെ വിളിക്കുമ്പോ കപ്പ്യാര് വന്ന് ചുറ്റും കറങ്ങിയിട്ട് നോക്കിയിട്ട് അങ്ങ് പോയി. ഹല്ലേലൂയ. കപ്പ്യാര് സഹായിച്ചില്ല. മനുഷ്യന് ചാവാറായി കിടക്കണം. അടികൊണ്ട് എഴുതി നിൽക്കാൻ പോലും കഴിയാതെ ചാവാറായി കിടക്കണം. ഹല്ലേലൂയ. അടുത്തത് നല്ല ശമര്യക്കാരൻ യേശു കർത്താവ് ആ വഴിക്ക് വരികയാണ്. ഹല്ലേലൂയ. ആ വഴിക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, ഈ മനുഷ്യൻ കിടക്കുന്നത് കണ്ടിട്ട് അവൻ തന്നെ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി, കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി. ഹല്ലേലൂയ. ഈ മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഹല്ലേലൂയ. ചോദിച്ചപ്പോ ഇങ്ങനെയാണ് കള്ളന്മാരുടെ കയ്യിൽ പെട്ടു. കള്ളന്മാരെല്ലാം പൈസ എല്ലാം മോഷിച്ചിട്ട് പോയിട്ട് അടിച്ച് അവനെ കൊല്ലാറാക്കി ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ശമര്യക്കാരൻ പറഞ്ഞ് കുഴപ്പമില്ല, പോട്ട് വാ, ഞാൻ നിന്നെ നല്ല ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്തിനെ കയറ്റി അദ്ദേഹത്തെ എന്ത് ചെയ്തു? ആശുപത്രിയിൽ കൊണ്ടാക്കി. ഹല്ലേലൂയ. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു യാത്ര പോകുകയാണ്, ഇവൻ ആവശ്യമുള്ളതെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ. ഇതിന് കുറച്ച് പൈസ എടുത്ത് കൊടുത്ത് പോയി, ഇത് തികയാതെ വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാം? തന്നുകൊള്ളാം. പക്ഷേ ഈ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവന് നിങ്ങൾ രക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ അച്ഛന്മാർ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ, ഹല്ലേലൂയ, കപ്പിയാർ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ, ഹല്ലേലൂയ, യേശു വിളിച്ചൊരു കാര്യമുണ്ട്. കാണാതെ പോയതിനെ കണ്ട് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രന് വന്നത്. ഹല്ലേലൂയ. 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 നിങ്ങളൊന്ന് കഷ്ടപ്പെടുന്നത് ഹല്ലേലൂയ പള്ളിയിൽ അച്ഛൻ മൈൻഡ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. കപ്പിയാരെന്ത് ചെയ്യും? മൈൻഡ് ചെയ്യത്തില്ല. കമ്പറ്റിക്കാരെന്ത് ചെയ്യും? മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളെ സഹായിക്കുന്നത് ഒരേ ഒരു ദൈവം, നമ്മുടെ യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. ഞാൻ പറയാ, പലപ്പോഴും പല വീട്ടിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച, അവരെ സഹായിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ഞാൻ ഇടയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്തു. ഹല്ലേലൂയ. ഉടനെ അങ്ങനെ ബാങ്കിന് പ്രശ്നമായി. ബാങ്കിന് പ്രശ്നമായി. കാരണം ഒന്നേ ഉള്ളൂ, ആ അമ്മച്ചിക്ക് നല്ല മക്കളുണ്ട്, സമ്പന്നരായ മക്കളുണ്ട്. അമ്മച്ചിയുടെ വിഷമം എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. ഞാൻ പൈസ കൊടുത്താൽ അമ്മച്ചി എടുത്ത് അടിക്കുപോയി. ഇത് അറിഞ്ഞപ്പോൾ അവരെ ബന്ധുക്കൾക്കും മക്കൾക്ക് നാണക്കേടായി. കാരണം ബ്രദർ വീട്ടിലൊക്കെ അയ്യോ ഇരിക്കുന്നില്ല, ഞാൻ ആകാരം കഴിഞ്ഞിട്ട് 3 ദിവസമായി എന്ന് ആ അമ്മ തുറന്നു പറഞ്ഞത് മക്കൾക്ക് നാണക്കേടായി. ആ അമ്മയ്ക്ക് ആകാരം കൊടുത്ത് അമ്മ തുറന്നു പറയുമായിരുന്നു. അമ്മ തുറന്നു പറഞ്ഞ് ഞാൻ പൈസ എടുത്തപ്പോ മക്കൾക്ക് നാണക്കേടായി. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുക ഞാനൊന്ന് സഹായിച്ചില്ലെങ്കിൽ അവരെ സഹായിക്കാൻ ആരും കാണത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അവരെ സഹായിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങളെ ബന്ധുക്കൾ വിചാരിക്കും ഞാളെ സഹായിക്കത്തില്ല, അവളെ എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് പറയും. പക്ഷേ ബന്ധുക്കളെ മാറ്റി നിർത്തിയാൽ ദൈവം മാറ്റി നിർത്തത്തില്ല. നിങ്ങളെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആരുടെയൊക്കെ രൂപത്തിൽ എന്ത് ചെയ്യാം? ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പള്ളി അച്ഛന്മാർ സഹായിക്കത്തില്ല, കമ്പനിക്കാർ സഹായിക്കത്തില്ല, കപ്പിയാർ സഹായിക്കത്തില്ല. പക്ഷെ നിങ്ങളെ സഹായിക്കുന്ന യേശു കർത്താവ് ഇന്ന് പകൽക്കാരോട് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും.
വിശ്വസിക്കാൻ കഴിയുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. ക്ഷേത്രത്തിൽ പോയാലും കുഴപ്പമില്ല, എവിടെ പോയാലും കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്ക് മാത്രം പോകരുത്. പുറത്ത് പ്രാർത്ഥനയ്ക്ക് മാത്രം അല്ലേ പോകരുത്. ഹല്ലേലൂയ. അതിന് മാത്രമാണ് സഭയിൽ വിലക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും സഭ എഴുതി വായിച്ചോ, ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ? വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. പാപം ചെയ്യാൻ പോകരുത്, കള്ളു പിടിക്കാൻ പോകരുത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പറയുന്ന ഒന്നേ ഉള്ളൂ, വേറെ പ്രാർത്ഥനയ്ക്ക് പോകരുത്, പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ കൊണ്ടുവരരുത്, ആരാധന വയ്ക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ഒന്നാമത് ഈ യേശുവിന് വിരോധമായി നിന്നതേ ഇവരാണ്. അല്ലെ ബൈബിളാക്കി പറഞ്ഞ കൂടി നമ്മൾ പറഞ്ഞു വരുമ്പോ യേശുവിനെ പിടിച്ചു കെട്ടിയത് ആരാണ്? മഹാപുരോഹിതന്മാരും കൂട്ടരും. ഹല്ലേലൂയ. യേശുവിനെ കൊല്ലാൻ നോക്കിയവരാണ് പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും. ഹല്ലേലൂയ. യേശുവിനെ കൊല്ലാതെ ഓർഡർ കൊടുത്ത കയ്യഫ മഹാപുരോഹിതൻ. ഹല്ലേലൂയ. അപ്പോ ബിഷപ്പും പള്ളിയിലച്ചന്മാരും കമ്പനിക്കാരൊക്കെ ചേർന്നാണ് ആരെ കൊന്നത്? യേശുവിനെ കൊന്നത്. ഇന്നും ഞാൻ പറയാം, സത്യ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നവരെല്ലാവരും ഇതറിയാമോ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ഇവരെ കൊന്നതാരാണ്? യേശുവിനെ കൊന്നതാരാണ്? മഹാപുരോഹിതൻ കയ്യഫ. പിന്നെ യേശുവിനെ കൂടെ ബാക്കിൽ നടന്ന പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, ഇവരൊക്കെ ബിഷപ്പും പള്ളിയിൽ അച്ഛനും കമ്പനിക്കാരാണ്. ഇവരെല്ലാം ഈ സംഘങ്ങളാണ് യേശുവിന്റെ പുറകെ നടന്നത്, യേശുവിനെ പിടിച്ചത്, ക്രൂശിച്ചത്, കൊന്നതെല്ലാം ഈ ടീമുകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ പള്ളിയിൽ അച്ഛനെ നോക്കിയിട്ട് പോയി, കപ്പേരെ നോക്കിയിട്ട് പോയി. പക്ഷേ അവസാനം ആരാ വന്നത്? യേശു വന്നു അവനെ രക്ഷപ്പെടുത്തി. ഹല്ലേലൂയ. അതാണ് സംഭവിക്കുന്നത്. ഒരു പള്ളിയിലെ അച്ഛനെ നിങ്ങളെ രക്ഷിക്കത്തില്ല, ഒരു കമ്പനിക്കാരനെ രക്ഷിക്കത്തില്ല. നിങ്ങളെ രക്ഷിക്കാൻ യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭയ്ക്കകത്ത് ആരാണ് ഈ ആൾക്കാരെ കൊണ്ടുവന്നത്? യേശു കർത്താവ്. രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ യേശു ദിനം പ്രതി സഭയോട് ചേർത്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, കർത്താവിനോട് ജീവിക്കണം. ഈ ദൈവത്തിന്റെ വചനമൊക്കെ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കണം, വായിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, അങ്ങനെ ഉള്ളവരുടെ കൂട്ടമാണ് സഭ. അങ്ങനെ ഉള്ളവർക്ക് ഈ സഭയ്ക്കകത്ത് അംഗമാകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞായറാഴ്ച വന്നു, ബാക്കിയുള്ളവരെല്ലാം സിനിമയും കണ്ട് ഫോണും കൊണ്ടിരുന്ന ദൈവത്തോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. ഹല്ലേലൂയ. എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരും, ബുധനാഴ്ചയും പ്രാർത്ഥന. വീട്ടിൽ പോയാ പ്രാർത്ഥന ഇല്ല, ബൈബിള് കൈകൊണ്ട് എടുക്കത്തില്ല, തുറന്നു നോക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ പറയുന്നവർ ദിനം പ്രതി ദിനം പ്രതി ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇതേപോലെ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നമ്മുടെ ഒരുമിച്ച് എല്ലാ ദിവസവും കൂടാനുള്ള സാഹചര്യമില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ബൈബിൾ വായിക്കാറുള്ളത് കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കൂടെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് വെളിപ്പെടും, അത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഒരു മുട്ടുമില്ലാത്ത, കടഭാരമില്ലാത്ത, രോഗമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത എന്ന് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയപരമായ ആകാരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവരുടെ സഭയായിട്ട് ദൈവം ആചാരം എല്ലാവർക്കും എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഇതാ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായിട്ട് ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. മന്ത്രവാദിയുടെ പിന്നാലെ നടക്കുന്നവർ ഇതിന്റെ അകത്ത് കയറത്തില്ല. ഹല്ലേലൂയ. കള്ളുകുടിച്ച് നടക്കുന്നവർ ഇതിന്റെ അകത്ത് കയറത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, പാപത്തിൽ ജീവിക്കുന്ന
വിളിക്കുന്നവർ ഇതിന്റെ അകത്ത് കയറത്തില്ല. ഞാൻ പറയാം, സ്വർഗ്ഗോട് ഇറങ്ങി നിൽപ്പുണ്ട്. എന്റെ ദൈവം ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. എന്റെ ദൈവം ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇത് ഒരു വേർപെട്ട ടീമായിട്ട് ദൈവം മാറ്റുകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായിട്ട് ദൈവം മാറ്റുകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായിട്ട് ദൈവം മാറ്റുകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായിട്ട് ദൈവം മാറ്റുകയാണ്. ഇത് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചലിക്കുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിജനമുണർന്നു ചെയ്യുവാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിജനമുണർന്നു ചെയ്യുവാം. പരമപിതാവേ പിന്മഴ നൽകാം. Hallelujah.
ആർക്കുമാടി ചോദിക്കാം ഹല്ലേലൂയ ഭാരം ആർക്കുമാടി ചോദിക്കാം ഹല്ലേലൂയ ഭാരം
വിവാദത്തെ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയപ്പോൾ വിവാദത്തെ ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തോട് വ്യാപരിക്കുക. ഇതോടൊപ്പം അതിനെ പോലെ നീക്കിയിട്ടല്ലാതെ കിടക്കാവുകയായിരുന്നു. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയിരിക്കുന്ന യേശുവിന്റെ നാമം വിവാദത്തെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഓഹോ ഇത് പകയ്ക്കാൻ എല്ലാവരുടെയും ദൈവത്തിന്റെ ഭയങ്കര മകത്താണ്. ഒരു മനസ്സിന്റെ ദിനപ്രതി ദൈവമായിട്ട് കൂടി വരികയും ഓഹോ അത് എല്ലാത്തവും ഹൃദയപരമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുപോലെ ഇത് മകൾക്കര ഹൃദയപരമാർത്ഥതയോട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇല്ലാത്തതോട് ദൈവത്തെ സ്തുതിക്കുന്നത് മകൾക്കാരൻ ദൈവത്തിന്റെ ഭയങ്കര മകത്തോ ഭയങ്കരമായ ദൈവഭക്തരുടെ കണ്ണുനീരിന് മറുപടി കൊണ്ട് നിലവിളിക്ക് മറുപടിയുടെ വെറുതെയല്ല. വെറുതെ കണ്ണുനീരിന് മറുപടി കൊണ്ട് നിലവിളിക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് മറുപടി കൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് മറുപടി കൊണ്ട് നിലവിളിക്ക് മറുപടി കൊണ്ട് കണ്ണുനീര് മറികടന്ന് പോകുന്ന ദൈവമല്ല. ഇതിനൊരു അനുഗ്രഹം നിങ്ങൾ കാണാം. ഇതിനൊരു അനുഗ്രഹം നിങ്ങൾ കാണാം. ഇതിനൊരു അനുഗ്രഹം നിങ്ങൾ കാണാം. നിങ്ങൾ ആ കണ്ണുനീര് മറുപടി ഉണ്ട്. നിങ്ങളുടെ നിലവിളിക്ക് മറുപടി ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ പറയാം. നിങ്ങളുടെ കണ്ണുനീര് മറുപടി ഉണ്ട്. നിലവിളിക്ക് മറുപടി ഉണ്ട്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയിലേക്ക് ഇട്ടടിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. നിങ്ങളുടെ നിലവിളിക്ക് മറുപടി ഉണ്ട്. നിങ്ങളുടെ പേര് ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഹല്ലേലൂയ ആർക്കും ഒന്നിനും മുട്ടില്ലാതെ അവർ ഒരു മനസ്സോടെ ഉല്ലാസത്തോടും പരമാർത്ഥം കൂടി ദൈവത്തെ സ്തുതിച്ചതുപോലെ ഈ നാൾ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഭാഗം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. സ്വർഗ്ഗത്തോടെ ഇറങ്ങി നിൽപ്പാണ്ട് എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളുടെ കഷ്ടതകളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. കണ്ണുനീരുടെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുകയാണ്. ആദിമ സഭയ്ക്കകത്ത് ഹല്ലേലൂയ വലിയൊരു അനുഗ്രഹം വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. പാതനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നത് പോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേലെ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. ഇതിന്റെ ആയിരങ്ങൾ ലക്ഷങ്ങൾ കൂടുതൽ മീറ്റിംഗുകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. കർത്താവിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ. വിബോധന യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യും. കർത്താവെ ഞാനവരെ അനുഗ്രഹിച്ചു. ആദിമ സഭയിലെ പോലെ ഇവരെ അനുഗ്രഹമായി മാറട്ടെ. ഒന്നിനും ഒരു മുട്ടില്ലാതെ കർത്താവെ അവർ ഉല്ലാസത്തോടെ ഹൃദയപരമത്തോടെ ദൈവത്തെ ആരാധിച്ചു. ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോയി. ആ ഒരു ദൈവമഹത്വം ഇതിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. ആ ഒരു ദൈവമഹത്വത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സഭയായിട്ട് മാറട്ടെ. എല്ലാ പ്രശ്നങ്ങളും മാറുന്ന, എല്ലാ പ്രതികൂലങ്ങളും മാറുന്ന, എല്ലാ രോഗങ്ങളും മാറുന്ന, എല്ലാ കഷ്ടതകളും മാറുന്ന ഒരു സഭയായിട്ട് കർത്താവ് മാറ്റിയതിനായി നന്ദി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ നാമത്തിന്റെ പിതാവേ. ഹല്ലേലൂയ. ഈ കണ്ണുവേദന ഭാരതാകുന്നുണ്ടോ? കണ്ണുവേദന ഉണ്ടോ? ഇപ്പോൾ തന്നെ യേശുവിന്റെ കണ്ണിന്റെ എല്ലാ വേദനകളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. ഇപ്പോൾ തന്നെ ഭയങ്കര സൗഖ്യം. നടുവേദന എല്ലാം പൊട്ടി മാറുകയാണ്. നടുവേദന ഭാരപ്പെടുന്ന അങ്ങനെ പിടിച്ചോ നടുവേദന എല്ലാം മാറിപ്പോവുകയാണ്. ഇന്ന് പകരം എല്ലാം നടുവേദനകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ എല്ലാ നടുവേദന കുറുക്കെല്ലാം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യും. കർത്താവ് ചെയ്തതിനായി നന്ദി.
യേശുവിൻ നാമത്തിൽ പിതാവേ. അത് ഈ തല മുതൽ ഒരു സൈഡിൽ അങ്ങനെ വേദനപ്പെടുന്നവരുണ്ടോ? ഈ തല മുതൽ ഈ തലയുടെ പകുതി ഒരു സൈഡിൽ വേദനപ്പെടുന്നവരുണ്ടോ? അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര മഹത്വം ചേർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തലവേദന ഒരു സൈഡിൽ കംപ്ലീറ്റ് വേദന ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം വ്യാപനം, എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. തലവേദന എല്ലാം വിട്ടുമാറട്ടെ. തലവേദന മാറട്ടെ. ഒരു സൈഡിൽ വേദന കംപ്ലീറ്റ് തളർച്ചകളെല്ലാം മാറട്ടെ. എല്ലാ തളർച്ചകളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ എപ്പോഴും തളർച്ചകൾ ഭാരപ്പെടുമെന്ന് അങ്ങനെയുടെ എപ്പോഴും തളർച്ച, എപ്പോഴും തളർച്ച, എപ്പോഴും തളർച്ചയിൽ ഭാരപ്പെടുന്നു. അങ്ങനെയുള്ളവരെല്ലാം കർത്തത്തോട് ഇപ്പോൾ തന്നെ ആ തളർച്ചകളെല്ലാം മാറട്ടെ. തളർച്ചകളെല്ലാം മാറട്ടെ. തലച്ചുറ്റിലെല്ലാം മാറട്ടെ. തലച്ചുറ്റിലെല്ലാം മാറട്ടെ. തളർച്ചകളെല്ലാം മാറിപ്പോട്ടെ. ഇപ്പോൾ തലച്ചുറ്റിലെല്ലാം മാറുന്നു. തളർച്ചകളെല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഫ്രീ ആവട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു അസുഖം തൊടരുത്. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രപിക്കുന്നു. ഒരു കടപ്പാറ തുടരുത്. ഇവരുടെ വീട്ടിനകത്ത് ഉല്ലാസം വെളിപ്പെടട്ടെ. ഹൃദയപരമാർത്ഥ വെളിപ്പെടട്ടെ. സന്തോഷം വെളിപ്പെടട്ടെ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം ഇവരുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും സംസാരം കൂട്ടായി നല്ല കൂടെ എനിക്ക് മാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ദൈവനാമത്തിൽ